ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ ഇനി കുറച്ച് കാത്തിരിപ്പ്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ആശ്വാസമായി പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. 40-ൽ നിന്നും 60-ലേക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ആലോചനയെന്ന് മന്ത്രി പറഞ്ഞു. കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ തടസ്സങ്ങൾ നീക്കാൻ പ്രായോഗിക നടപടിയെടുക്കുമെന്നും നടപടിയാകാത്ത ടെസ്റ്റുകൾ സമയബന്ധിതമായി നടത്താൻ നടപടി വേഗമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. RTOമാരുടെ കുറവ് ഉടൻ പരിഹരിക്കാൻ 3 ഘട്ടങ്ങളായി ചർച്ച പൂർത്തിയാക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അതിന്റെ തടസ്സങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുക, അത് വൃത്തിയായി നടപ്പാക്കുക എന്നതും ആലോചനയിലാണ്. RTOകളുടെ കുറവ് പരിഹരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ചുരുക്കി 40 ആക്കിയത്. ടെസ്റ്റുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. പുതിയ മന്ത്രി ചുമതലയേറ്റ ശേഷമാണ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ പഴയതുപോലെ 60 ടെസ്റ്റുകൾ നടത്താനുള്ള അനുമതി നൽകാനാണ് തീരുമാനം. ടെസ്റ്റുകൾ വലിയ രീതിയിൽ പെൻഡിംഗ് വരുന്നത് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർ, പല ജില്ലകളിൽ നിന്നും എത്തുന്നവർ എന്നിവർ ബുദ്ധിമുട്ടിലായിരുന്നു. ഇതിനു പുറമെ ടെസ്റ്റിനായുള്ള സ്ലോട്ട് ലഭിക്കാനുള്ള പരിമിതി, ടെസ്റ്റ് പരാജയപ്പെടാൻ റീടെസ്റ്റിനായി സമയം അനുവദിക്കുന്നതിനുള്ള കാലതാമസം എന്നിവയും ആളുകളെ വലച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്ത് 10 ഇടങ്ങളിൽ RTOമാരുടെ അഭാവമുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വടകര എന്നിവിടങ്ങളിൽ RTO അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് RTOമാരുടെ കുറവുണ്ട്. ഇതിനാൽ വാഹനങ്ങളുടെ പെർമിറ്റ് അടക്കം നൽകുന്നതിൽ പ്രശ്നമുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം, ഓഫീസ് കാര്യനിർവഹണം എന്നിവയ്ക്ക് അടക്കം തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞാൽ ഓഫീസ് കാര്യങ്ങളിൽ ചുമതല നൽകുന്നത് RTOമാരാണ്. RTO ഒഴിവുകൾ പരിഹരിക്കുന്നതോടെ ഉദ്യോഗസ്ഥരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രമോഷൻ, താഴെത്തട്ടിലെ തസ്തികയിലേക്ക് പുതിയ ആളുകളെ നിയമനം, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം എന്നിവയ്ക്ക് അടക്കം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.